വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ 10ാം പതിപ്പ് ഇന്ന് രാവിലെ 9:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ആഗോള കമ്പനികളുടെ സിഇഒമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉച്ചകോടിയിൽ മുഖ്യാതിഥിയാകുമെന്നാണ് സൂചന. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ വൈബ്രന്റ് ഗുജറാത്ത് ഒരുപാട് നിക്ഷേപകർ പങ്കെടുക്കുന്ന സംഗമമായിരിക്കുമോ? ആണ് എസ് കെ. 34 രാജ്യങ്ങളുണ്ട്, 16 പങ്കാളി സംഘടനകളുണ്ട്. അതാണ് ഈ വൈബ്രന്റ് ഗുജറാത്തിൻ്റെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UAE പ്രസിഡന്റിൻ്റെ സാന്നിധ്യം ഇത്തവണത്തെ വൈബ്രന്റ് ഗുജറാത്ത് സമ്മേളനത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്നു. ഒരുപക്ഷെ ഈ ഗുജറാത്ത് എന്നതിന് ഉപരിയായിട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനം കൂടി ഈ വേദിയിലുണ്ടാകും എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് UAE പൂർത്തിയായത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇന്നലെ ഇന്ത്യയിലെത്തിയ UAE പ്രസിഡന്റിന് വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് അദ്ദേഹം നൽകിയത്. നേരിട്ട് എത്തി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. റോഡ് ഷോയിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായി. ഇതെല്ലാം UAE ഉള്ള ഏറ്റവും അടുപ്പം കാത്തു സൂക്ഷിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമം എന്ന രീതിയിൽ നമുക്ക് വിലയിരുത്താം. ഇന്ന് 9:45 ഈ വൈബ്രന്റ് ഗുജറാത്തിൻ്റെ സമ്മേളനം. ഇന്നലെ മുതൽ തന്നെ ചർച്ചകളൊക്കെ എസ് കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചർച്ചകളും ഒക്കെ നടക്കും. ഈ വൈബ്രന്റ് ഗുജറാത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് 10ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത്. ആ ഘട്ടത്തിലാണ് ഈ വൈബ്രന്റ് ഗുജറാത്ത് ആരംഭിച്ചത്. ഗുജറാത്തിനെ വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഈ പരിപാടിക്ക് വലിയ പങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് തുടർച്ചയായിട്ട് എല്ലാ സമയങ്ങളിലും നടത്തുന്ന ഈ പരിപാടികളുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ പങ്കാളിത്തം അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പങ്കെടുക്കുന്ന സാഹചര്യമുള്ളത്. ഇന്ന് ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ഒപ്പം വിവിധ സംഘടനകളുടെ പങ്കാളിത്ത സംഘടനകളുടെ സിഇഒമാരും ഒക്കെ ആയിട്ടുള്ള ചർച്ചകൾ അദ്ദേഹം നടത്തും. കൂടുതൽ തൊഴിലവസരങ്ങളും നിക്ഷേപവും ഗുജറാത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിലയിരുത്തുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് സർക്കാർ ഇന്നലെ പറയുന്നത് ഗുജറാത്തിൻ്റെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനായിട്ട് വൈബ്രന്റ് ഗുജറാത്തിന് സാധിക്കും എന്നുള്ളതാണ്. ഇത് കേവലം ഒരു സംസ്ഥാനത്തിൻ്റെ പദ്ധതിയല്ല. ഗുജറാത്തിലേക്ക് ആണ് നിക്ഷേപം എത്തുന്നതെങ്കിലും അവിടേക്ക് കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുക വഴി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർക്ക് തൊഴിലവസരത്തിൻ്റെ ഒരു പാത അവിടെ തുറന്നു കിട്ടും എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.